ഹലോ മക്കളെ, സനൂപ് സാറാണ്. മക്കളെ, ഈ വർഷം ഓണം എക്സാമിനേഷന് ചോദിച്ചേക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കിയാലോ. ആദ്യമായിട്ട് നമ്മൾ ജോഗ്രഫിയിലെ ഒന്നാമത്തെ പേജിൽ നിന്നും ഒരു ചെറിയൊരു ചോദ്യം, ഒരുപക്ഷെ 2 മാർക്കിന് ചോദിച്ചേക്കാവുന്ന ഒരു ചോദ്യമാണെന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെദർ ആൻഡ് ക്ലൈമറ്റ്. അതായത് അന്തരീക്ഷ സ്ഥിതിയും അതേപോലെ തന്നെ കാലാവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എന്ത് ചെയ്യുക, വിവരിക്കുക അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. വളരെ സിമ്പിളാണ്. നമ്മളിത് പലവട്ടം പറഞ്ഞ് കാണാപാഠമായ ഭാഗമാണ്. പക്ഷെ സിമ്പിൾ ആയതുകൊണ്ട് നമ്മൾ ചെയ്യും പലപ്പോഴും തെറ്റിക്കാറുണ്ട്. ആ തെറ്റിക്കൽ ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പാടില്ല. കാരണം വെതറും ക്ലൈമറ്റും രണ്ടും രണ്ടാണ്. അതായത് ഇപ്പോൾ നല്ല മഴക്കാലാണല്ലോ. സോ ഇതിന്റെ ഇടയിൽ ചെറിയൊരു വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെ, ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ആണ്, ചുരുങ്ങിയ സമയമാണ്. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് വെതർ അഥവാ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. എന്നാൽ കാലാവസ്ഥ എന്ന് പറഞ്ഞാലോ, വിശാലമായ ഒരു ഭൂപ്രദേശത്ത് അല്ലെ, എക്സ്റ്റെൻസീവ് ജിയോഗ്രഫിക്കൽ ഏരിയയിൽ ലോങ് ടൈമിൽ അല്ലെ, ദീർഘകാലമായിട്ട് അനുഭവപ്പെടുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് കാലാവസ്ഥ. സോ ജസ്റ്റ് നോക്കിക്കോടാം. അതായത് വെതർ അഥവാ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് സച്ച് ആസ് ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി ആൻഡ് precipitation for a shorter period of time are termed as the weather. അതായത് ഒരു നിശ്ചിത പ്രദേശത്ത് ഹ്രസ്വ കാലയളവിൽ, ചുരുങ്ങിയ കാലയളവിൽ അനുഭവപ്പെടുന്ന താപനില, അന്തരീക്ഷമർദ്ദം, കാറ്റുകൾ, ആർദ്രത, വർഷണം തുടങ്ങിയ സാഹചര്യങ്ങളാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പൊ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the average weather condition experienced for a longer period over a larger area is termed as the climate. അതായത് ഒരു വിശാല ഭൂപ്രദേശത്ത് ദീർഘകാലമായിട്ട് അനുഭവപ്പെടുന്ന ദിനാവസ്ഥയെ വിളിക്കുന്ന പേരാണെന്ത്? യെസ്, കാലാവസ്ഥ. നമ്മൾ വിശാലമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലൈവിൽ ഇത് പല എക്സാമ്പിൾ വെച്ച് പറഞ്ഞതാണ്. സോ ഇവിടെ അത് പറയുന്നില്ല. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ 3 or 4 മാർക്കിന് ചോദിച്ചേക്കാവുന്ന അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണെന്ന് പറയുന്നത് the atmosphere is the primarily heated from the earth surface. അതായത് justify the statement through the atmospheric heat transfer process. അതായത് മക്കളെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഞാൻ ഒരു കാര്യം മാർക്ക് ചെയ്തുതരാം. അറ്റ്മോസ്ഫിയറിക് ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ്സ്, ഈ സാധനം ഇവിടെ വളരെ പ്രധാനമാണ്. 4 പോയിന്റ് ഉണ്ട്. അത് 4 കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതായത് നോക്കി വെച്ചോടാ. അന്തരീക്ഷം ചൂടുപിടിക്കുന്നത് പ്രധാനമായിട്ടും ഭൗമോപരിതലത്തിൽ നിന്നാണ്. അന്തരീക്ഷ താപവ്യാപന പ്രക്രിയയിലൂടെ ഈ പ്രസ്താവന സാധൂകരിക്കുക. അതായത് ഇവിടെ ഞാൻ പറഞ്ഞു എന്താണ് പഠിക്കേണ്ടത്, അന്തരീക്ഷ താപവ്യാപന പ്രക്രിയയാണ് ചെയ്യുന്നത് ഇവിടെ പഠിച്ചു വെക്കേണ്ടത്. അതെന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്, മറന്നു പോകരുത്. സെറ്റാണ്. സോ നമുക്കറിയാം 4 ഘട്ടങ്ങളാണുള്ളത്. ഏതൊക്കെയാണ് അത്? ഒന്ന് കണ്ടക്ഷൻ അഥവാ താപചാലനം, കൺവെക്ഷൻ അഥവാ സംവഹനം, അതുപോലെ അഡ്വെക്ഷൻ അഥവാ അഭിവഹനം, റേഡിയേഷൻ അഥവാ വികിരണം. നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല മക്കളെ. ഹീറ്റ് ഈസ് ട്രാൻസ്ഫർഡ് ടു ദ ലോവർ പാർട്ട് ഓഫ് അറ്റ്മോസ്ഫിയർ ഈസ് ഡയറക്ട്ലി കോണ്ടാക്ട് വിത്ത് ദ എർത്ത് സർഫേസ്. അതായത് ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിധാനങ്ങളിലേക്ക് താപം വ്യാപിപ്പിക്കുന്നു. അതാണ് കണ്ടക്ഷൻ അഥവാ താപചാലനം എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് കൺവെക്ഷൻ അഥവാ സംവഹനം എന്ന് പറഞ്ഞാൽ ഹീറ്റഡ് എയർ എക്സ്പാൻഡ് ആൻഡ് റൈസസ് അപ്പ്, ഹീറ്റ് ഈസ് ട്രാൻസ്ഫർഡ് ടു ദ ഹയർ റീച്ചസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അതായത് ചൂട് പിടിച്ച വായു വികസിച്ചിട്ട് എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് ഉയരുകയും അങ്ങനെ അന്തരീക്ഷത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിലേക്ക് താപം വ്യാപിക്കുകയും ചെയ്യുന്നു. അതാണ് എന്ത് ചെയ്യുന്നത്, കൺവെക്ഷൻ അഥവാ സംവഹനം എന്ന് പറയുന്നത്. അഡ്വെക്ഷൻ അഥവാ അഭിവഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ഈസ് ട്രാൻസ്ഫർഡ് ഹൊറിസോണ്ടലി ത്രൂ വിൻഡ്. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ എന്ത് ചെയ്യുന്നു, താപം വ്യാപിക്കുന്നു. അതാണ് അഡ്വെക്ഷൻ അഥവാ അഭിവഹനം എന്ന് പറയുന്നത്. റേഡിയേഷൻ അഥവാ വികിരണം എന്ന് പറഞ്ഞാൽ എന്താണ്? എമിഷൻ ഓഫ് എനർജി ഈസ് ലോങ് വേവ് ആഫ്റ്റർ ദ എർത്ത് സർഫേസ് ഗെറ്റ് ഹീറ്റഡ് അപ്പ്. അതായത് ഭൗമോപരിതലം ചൂടുപിടിക്കുന്നതോടെ ദീർഘതരംഗങ്ങളായിട്ട് ഊർജം പുറംതള്ളപ്പെടുന്നു. അതാണ് റേഡിയേഷൻ അഥവാ വികിരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെറ്റല്ലേ? ഇതിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, യെസ്, പത്തിരിക്കല്ലിലൂടെ നമ്മൾ കോഡൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ലൈവിലും നമ്മളെ ആപ്പിലൊക്കെ റെക്കോർഡായും ലൈവായിട്ടും പലതവണ കൊടുത്തതാണ്. സോ സെറ്റാക്കി പഠിക്കുക. ദെൻ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് കൺസെപ്റ്റ്. താഴെ നൽകിയിരിക്കുന്ന ആശയങ്ങൾ എന്ത് ചെയ്യുക, വിശദമാക്കുക. 3 കൺസെപ്റ്റ് ഉണ്ടല്ലേ. എന്താണ്? ഐസൊലേഷൻ അഥവാ ഇൻസൊലേഷൻ, അതുപോലെ തന്നെ ടെറസ്ട്രിയൽ റേഡിയേഷൻ അഥവാ ഭൗമ വികിരണം, ദെൻ ഹീറ്റ് ബജറ്റ് അഥവാ താപ ബജറ്റ്. ഈ 3 കാര്യങ്ങൾ ഒരു പക്ഷേ 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, മറക്കരുത്. ഇനി ഒരു പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡയറക്റ്റ് ആയിട്ട് 1 മാർക്കിന് ചോദിക്കാനും ചാൻസ് ഉണ്ട്. സോ കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, അതായത് എന്താണ് ഇൻസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് സൺ റേസ് റീച്ചിങ് ദ എർത്ത് സർഫസ് ഈസ് കോൾഡ് ഇൻസൊലേഷൻ. ഭൗമോപരിതലത്തിലെത്തുന്ന സൗരവികിരണത്തിന്റെ അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ചെയ്യുന്നത്, ഇൻസൊലേഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കി വെക്കുക. അതായത് നമുക്കറിയാം സൂര്യപ്രകാശം, സൺലൈറ്റ് എന്ത് ചെയ്യുന്നു, ഷോർട്ട് വേവ് ആയിട്ടാണ് വരുന്നത്. എങ്ങനെ വരുന്നത്? യെസ്, ഷോർട്ട് വേവ് ആയിട്ടാണ്, അഥവാ ചെറിയ തരംഗങ്ങൾ, ഹ്രസ്വ തരംഗങ്ങളായിട്ടാണ് വരുന്നത്. സോ ഇത് എവിടേക്കാണ് ഇന്ന് ചെയ്യുന്നത്, എർത്തിലേക്ക് ഇന്ന് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്നു ഇൻസൊലേഷൻ, അഥവാ മലയാളത്തിലും എന്ത് വിളിക്കുന്നു, ഇൻസൊലേഷൻ എന്ന് പറയുന്നു. ഇനി നോക്കിക്കോളാം. രണ്ടാമതായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടെറസ്ട്രിയൽ റേഡിയേഷൻ അഥവാ ഭൗമ വികിരണം എന്ന് പറയുന്ന ആളാണ്. അതായത് മക്കളെ എന്താണ്
ഭൗമവികിരണം എന്ന് പറഞ്ഞാൽ ഭൂമി ഒരുപാട് ചൂടായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ചൂടിനെ പുറം തള്ളും. ലോങ് വേവ് ആയിട്ട് എന്ത് ചെയ്യുന്നു, പുറം തള്ളും. ഇപ്പൊ ഇങ്ങോട്ട് വന്ന സമയത്ത് ഷോർട്ട് വേവ് ആയിട്ടാണ് വന്നത്, പക്ഷെ പുറം തള്ളുമ്പോൾ എന്ത് ചെയ്യും, ലോങ് വേവ് ആയിട്ട് പുറം തള്ളും. സോ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ടെറസ്ട്രിയൽ റേഡിയേഷൻ അഥവാ ഭൗമവികിരണം എന്ന് പറയുന്നത്. നോക്കിക്കോ, ദ റേഡിയേഷൻ ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ലോങ് വേവ് ഫ്രം ദ എർത്ത് സർഫസ് ഈസ് കോൾഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. അതായത് ഭൗമോപരിതലത്തിൽ നിന്നും ദീർഘതരംഗങ്ങളായി ഊർജ്ജം പുനഃവികിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് എന്ന് പറയുന്നത് ഭൗമവികിരണം എന്ന് പറയുന്നത്. കണ്ടോ, വന്നപ്പം എന്തായിരുന്നു, യെസ് ഷോർട്ട് വേവ്സ് ആയിരുന്നു, പോയപ്പോൾ എന്ത് ചെയ്തു, ലോങ് വേവ് ആയി, അത്രമാത്രം. ഇനി അവസാനത്തെ സാധനമാണ് ഹീറ്റ് ബജറ്റ് അഥവാ താപ ബജറ്റ് എന്ന് പറയുന്നത്. എന്താ ബജറ്റ്? വരവ് ചെലവ് കണക്കിന് എന്ത് ചെയ്യുന്നു, തുല്യമാക്കി വെക്കുക അല്ലേ. അതേപോലെ ഹീറ്റ് ബജറ്റ് പറഞ്ഞാൽ എന്താ, വരുന്ന ചൂടിനെയും പോകുന്ന ചൂടിനെയും തുല്യമാക്കി നിലനിർത്തി വെക്കുക, അത്രേ ഉള്ളൂ. സോ നോക്കിക്കോ, ഓൾമോസ്റ്റ് എൻറ്റയർ എനർജി റീച്ചിങ് ദ എർത്ത് ആസ് ഇൻസുലേഷൻ ഈസ് റേഡിയേറ്റഡ് ബാക്ക് എവറി ഡേ കീപ്പിംഗ് ദ എർത്ത് ടെമ്പറേച്ചർ ബാലൻസ്ഡ്. ദിസ് പ്രോസസ് ഓഫ് ഹീറ്റ് ബാലൻസിങ് ഈസ് കോൾഡ് ഹീറ്റ് ബജറ്റ് ഓഫ് ദ എർത്ത്. അതായത് വേറെ ഒന്നുമില്ല, പ്രതിദിനം ഭൂമിയിലേക്ക് എത്തുന്ന ഭൂരിഭാഗം ഊർജ്ജവും ഓരോ ദിവസവും ഭൂമിയിലേക്ക് വരുന്ന എല്ലാ ഊർജ്ജവും എന്ത് ചെയ്യുന്നുണ്ട്, യെസ് പുനംവികിരണം ചെയ്യപ്പെടുന്നുണ്ട്, അതേപോലെ തിരിച്ചയക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, താപം ക്രമാതീതമായി കൂടാതെയും കുറയാതെയും സന്തുലിതമായി നിലനിർത്തുന്നു അല്ലെ. ഓവറായിട്ട് ചൂടുണ്ടാവില്ല, പറ്റ ചൂട് കുറയൂല, അങ്ങനെ സന്തുലിതമായിട്ട് ക്രമമായിട്ട് എന്ത് ചെയ്യുന്നു, കൊണ്ടുപോകുന്നുണ്ട്. ആ പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, യെസ് താപ ബജറ്റ്, ഭൂമിയുടെ താപ ബജറ്റ് അഥവാ ഹീറ്റ് ബജറ്റ് എന്ന് പറയുന്നത്. സോ ഇതുപോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട്, ടോപ്പ് 20 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് ഞാൻ വരുന്നുണ്ട്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് വരണം. ജസ്റ്റ് തുടക്കത്തിലുള്ള കുറച്ച് ചെറിയ ക്വസ്റ്റ്യൻസേ പറഞ്ഞിട്ടുള്ളൂ. ഇനി എസ്എ ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, അതിൽ അടിപൊളിയായിട്ടുള്ള പലതരം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും നിങ്ങൾക്ക് കിട്ടും. മിഡ് ടേം ആയിക്കോട്ടെ, ഓണം എക്സാം ആയിക്കോട്ടെ, നമ്മൾ തൂക്കിയെടുക്കും. സോ നിങ്ങൾ എല്ലാവരും വരിക, നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ, ബൈ.